ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ മനോഹരമായ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒന്ന് നമുക്ക് എല്ലാ കൂട്ടർക്കും ഒന്ന് കണ്ണടച്ച് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടരും കണ്ണടയ്ക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നൽകി തന്ന നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. കൂട്ടുകാരോട് ഞങ്ങൾക്ക് ഒരുമിച്ച് സൺഡേ സ്കൂളിലേക്ക് വരുവാൻ ദൈവം സഹായിച്ച വലിയ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അധികമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല കാര്യങ്ങളും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. മാനമഹത്വം അങ്ങേക്ക് മാത്രം ഏൽപ്പിക്കുന്നു. സകലം ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ കൂടെ ചേർന്ന് ആമേൻ പറഞ്ഞേ. ആമേൻ, 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 ആമേൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നല്ല കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുവാനിടയായി തീർന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ പാട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അനേക പാട്ടുകൾ നമ്മൾ കേൾക്കുന്നതാണ്. ഇന്ന് ചെറിയൊരു പാട്ട് ഒരുമിച്ച് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ മനോഹരമായ ക്ലാസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ പാട്ട് പാടിത്തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കുവാൻ കഴിയുന്ന ഒരു നല്ലൊരു പാട്ടാണ്. അപ്പോൾ ഒരുമിച്ച് നമുക്ക് പാടിയാലോ? ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, പറക്കണം പറന്നുയരണം പാറി പറന്നു പറന്നു പോകണം, പറക്കണം പറന്നുയരണം പാറി പറന്നു പറന്നു പോകണം. സൃഷ്ടിതാവാം ദൈവത്തോട് കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു, സൃഷ്ടിതാവാം ദൈവത്തോട് കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു, പറക്കണം പറന്നുയരണം പാറി പറന്നു പറന്നു പോകണം, പറക്കണം പറന്നുയരണം പാറി പറന്നു പറന്നു പോകണം. ദൈവത്തിൻ കരുണയാൽ പുതുചിറകു കിട്ടി കുരുവിക്ക്, ദൈവത്തിൻ കരുണയാൽ പുതുചിറക് കിട്ടി കുരുവിക്ക്, പറക്കുന്നേ പറന്നുയരുന്നേ പാറി പറന്നു പറന്നു പോകുന്നേ, പറക്കുന്നേ പറന്നുയരുന്നേ പാറി പറന്നു പറന്നു പോകുന്നേ. എങ്ങനെയുണ്ട്? അടിപൊളി പാട്ടല്ലേ? ഒരു ചിറകൊടിഞ്ഞ ഒരു കുരുവിയെ പറ്റിയുള്ള ഒരു മനോഹരമായൊരു പാട്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെ ആര് മാറ്റി കൊടുക്കുകയാണ്? യേശുപ്പച്ചൻ മാറ്റി കൊടുക്കണം. ദൈവത്തിൻ്റെ കരുണയാൽ പുതുചിറക് കിട്ടി കുരുവിക്ക്. ആ ചിറക് കിട്ടിയപ്പോൾ കുരുവി പറന്ന് ഉയരുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സഹായത്തിനും നമ്മുടെ യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കുരുവി കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും യേശു അപ്പച്ചനോട് എന്ത് ചെയ്യണം? നമ്മുടെ കുറവുകളെയും നമ്മുടെ ബലഹീനതയും ഒക്കെ വെച്ച് എന്ത് ചെയ്യുക? യേശു അപ്പച്ചനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ള ഈ അവസ്ഥയൊക്കെ ഒരു മാറ്റം വരുത്തണമേ, എനിക്ക് ഇന്നത് വേണം. കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം എന്ത് ചെയ്യും? പരിഹാരം നൽകുന്ന നല്ല കർത്താവാണ്. ഓക്കെ, അപ്പോൾ ഒരുമിച്ച് ഇന്നത്തെ മനോഹരമായ ക്ലാസ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഊമനായ ഭൂതഗ്രസ്തനെ പറ്റിയാണ്. ഒരു ഊമനായ ഭൂതഗ്രസ്തനെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സംസാരിക്കുവാൻ കഴിയാത്ത ഒരുപാട് പേരെ കണ്ടിട്ടില്ലേ? അപ്പോൾ സംസാരിക്കാൻ കഴിയാതെ എന്ന് പറയുന്നത്, മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ഷനിൽ കൂടെ കാണിക്കണം, മുഖഭാവത്തിലൂടെ കാണിക്കണം. മറ്റുള്ളവർക്കൊന്നും ചിലപ്പോൾ ആ ഒരു ഊമനായ വ്യക്തി കാണിക്കുന്ന ഒന്നും എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. മറ്റെല്ലാവർക്കും സംസാരിക്കാൻ അറിയാം. സംസാരിക്കുന്നതിൽ കൂടെയാണ് നമ്മളെ ആ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പോൾ സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആക്ഷനിൽ കൂടെ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അവർ അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അവർ അനുഭവിക്കുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊമനാണ്. അതുപോലെ തനിക്ക് ഒരു ഭൂതവും ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ മാനസികമായി വളരെ വല്ലാത്ത ഒരു അനുഭവമാണ്. തൻ്റെ സാഹചര്യം പോലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. തൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പോലും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ്. താൻ എന്തൊക്കെയൊക്കെ കാണിക്കുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നതെന്നൊന്നും മറ്റുള്ളവർക്ക് അറിയത്തില്ല. കാരണം തനിക്ക് ഭൂതം ബാധിച്ചിരിക്കുന്നു, പക്ഷേ അത് മറ്റുള്ളവരോടൊന്നും പറയുവാൻ എന്ത് ചെയ്യത്തില്ല, കഴിയാത്ത ഒരു സാഹചര്യമാണ്. കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരോടൊക്കെയാണ് സംസാരിക്കാറുള്ളത്? ചിലരൊക്കെ സംസാരിക്കാൻ കഴിയുന്നവരുണ്ട്, പക്ഷെ പലരോടും എന്ത് ചെയ്യത്തില്ല, സംസാരിക്കത്തില്ല. നമുക്ക് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുവാൻ ഒരു പേടിയും ഇല്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ആരോടാണ്? ഇപ്പോൾ കൂട്ടുകാരൊക്കെ പറയുമായിരിക്കും, നമ്മുടെ വീട്ടിലെ അപ്പനോടും അമ്മയോടും. ശരിയല്ലേ? നമുക്ക് എന്ത് ധൈര്യത്തോടെ അവരോട് എന്ത് ചെയ്യാം, പറയാൻ കഴിയും. എന്ത് വേണോ അവരോട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ കഴിയും. പക്ഷെ അതുപോലെ നമുക്ക് വേറൊരു വ്യക്തിയോട് അത്രയും സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സംസാരിക്കുവാൻ
കഴിയത്തില്ല. നമ്മൾ പള്ളിയിലെ പാസ്റ്ററോടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പള്ളിയിലുള്ള മറ്റ് വിശ്വാസികളോടായിക്കൊള്ളട്ടെ, അത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ നമുക്കൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ കഴിയത്തില്ല. പാസ്റ്ററോട് സംസാരിക്കുമ്പോൾ ചിലപ്പം ചില പേടികളൊക്കെ കൊച്ചു കൂട്ടുകാർക്ക് ഉണ്ടാകും. പക്ഷേ മാതാപിതാക്കളോട് സംസാരിക്കുന്ന പോലെ മറ്റുള്ളവർ എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, മാതാപിതാക്കളോട് സംസാരിക്കുന്നതിനേക്കാളും സ്വാതന്ത്ര്യത്തോടെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരാണെന്നറിയാവോ? നമ്മുടെ യേശു കർത്താവാണ്. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നന്നായി അറിയുന്നു. മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ അവർക്ക് ഉത്തരം പറയാൻ കഴിയുള്ളൂ. നമ്മുടെ മാനസികമായ അനുഭവം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, ചിലപ്പോൾ പ്രയാസങ്ങളൊന്നും ചിലപ്പോൾ മാതാപിതാക്കൾക്ക് മനസ്സിലായില്ലെന്ന് വരും. പക്ഷേ അതൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ആരാണെന്നറിയാവോ? നമ്മുടെ ദൈവമാണ്, നമ്മുടെ യേശു കർത്താവാണ്. അപ്പോൾ യേശു കർത്താവിനോട് സംസാരിക്കുക നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കാം. ഇവിടെ ഈ ഭൂതഗ്രസ്തൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിക്ക് സംസാരിക്കുവാൻ കഴിയത്തില്ല. ഈ ഭൂതഗ്രസ്തനെ കുറേ പേര് കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. ഇന്നേ വരെ ഒരു ഭൂതത്തെ സൗഖ്യമാക്കിയ ഒരു കഥ യേശുവിൻ്റെ ചരിത്രത്തിലില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ആ സമയങ്ങളിൽ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി നമ്മൾ കണ്ടിട്ടില്ല. യേശു ആദ്യമായിട്ട് ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തു. അതെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? വേറെ ഒന്നുമല്ല, കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ഒരു അത്ഭുതം. അങ്ങനെ കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ മുന്നത്തെ ഭാഗത്തിൽ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. കുരുടനെ സൗഖ്യമാക്കുന്ന യേശുവിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ കഴിയും. അതിനുശേഷം ഒരു ഭൂതത്തെ സൗഖ്യമാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ കഴിയുന്നില്ല. ജനങ്ങളൊന്നും ആ ഒരു സൗഖ്യത്തെ കണ്ടിട്ടില്ല. പക്ഷേ ഈ കൊണ്ടുവന്നവരെ, ഈ ഭൂതം ബാധിച്ച യൂമനായ വ്യക്തിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. സൗഖ്യമാകുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. കുറേ അത്ഭുതങ്ങളെയൊക്കെ അവർ പിന്നിൽ കണ്ടിട്ടുണ്ട്. ആ അത്ഭുതം മനസ്സിലാക്കിക്കൊണ്ട് യേശു പിതാവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ യേശു അപ്പച്ചൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുകയാണ്, ഈ മറ്റു വ്യക്തികൾ ഈ ഭൂതം ബാധിച്ച യൂമനായ വ്യക്തിയെ കൊണ്ടുവരുന്നു. മത്തായി സുവിശേഷം 9-33 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. ഇന്ന് വരെ ഇങ്ങനെ ഒരു സൗഖ്യം ആ ഒരു ദേശത്ത് ഇസ്രായേലിൽ ഇതുവരെ എന്ത് ചെയ്തില്ല, കണ്ടില്ല എന്ന് പറഞ്ഞു. ഭൂതത്തെ സൗഖ്യമാക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു, സംസാരിച്ചു. അവനകത്തുള്ള ആ ഒരു ഭൂതമായിരുന്നു അവനെ സംസാരിക്കുവാൻ സമ്മതിക്കാതെ ഇരിക്കുവാൻ ഇടയായിത്തീർന്നത്. ആ ഭൂതത്തെ ആദ്യം യേശു എന്ത് ചെയ്തു, സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അതാണ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം ആരുടെ അടുക്കലേ ഉള്ളൂ? നമ്മുടെ യേശു കർത്താവിൻ്റെ അടുക്കലേ ഉള്ളൂ. നമ്മൾ മാതാപിതാക്കളുടെ അടുക്കൽ ചിലപ്പോൾ പോയാലും മറ്റുള്ളവരുടെ അടുക്കൽ പോയാലും ചിലപ്പോൾ അതിന് നമുക്ക് യഥാർത്ഥമായൊരു മറുപടി നമുക്ക് ലഭിക്കില്ല. അതിനപ്പുറമായിട്ട് യഥാർത്ഥമായ മറുപടി. ഇവിടെ പലരും പറയും, അവൻ സംസാരിക്കുന്നില്ല, അവന് എന്തോ ബുദ്ധിമുട്ട്, അവൻ ജന്മനാ കിട്ടിയ എന്തോ ഒരു കാര്യം കൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്തത് സംഭവിച്ചു കാണുകയുള്ളൂ. അവർക്ക് യഥാർത്ഥമായ വിഷയം ഈ പറയുന്നവർക്ക് പോലും അറിയത്തില്ല. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു യഥാർത്ഥമായ ആ ഒരു പ്രശ്നത്തെ യേശു മാറ്റിയപ്പോൾ താൻ സംസാരിക്കുവാൻ ഇടയായിട്ടുണ്ട്. കൂട്ടുകാരോടും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മെക്കാൾ നന്നായിട്ട് യേശു അപ്പച്ചൻ നമ്മുടെ സാഹചര്യങ്ങളെ നന്നായിട്ടറിയാം. എവിടെയാണ് നിൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം വേണ്ടത്, നിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണത് കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി നമ്മുടെ നല്ലൊരു അനുഭവത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷമുള്ള അനുഭവത്തിലേക്ക് നയിക്കുവാൻ ശക്തനാണ് നമ്മുടെ യേശു കർത്താവ്. നാളുകളായി ഊമനായിരുന്ന ആ വ്യക്തി, ഭൂതത്താൽ ബാധിച്ച വ്യക്തി, അവൻ്റെ ആ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഫ്രീ ആകുവാനിടയായിത്തീർന്നു. പിന്നെ അവൻ്റെ അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള നല്ല അനുഗ്രഹത്തോടെ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന ജീവിതം ധന്യമാകും, സന്തോഷമാകും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യേശു അപ്പച്ചനോട് നമുക്ക് സംസാരിക്കാം, നമ്മുടെ ആവശ്യങ്ങൾ യേശു അപ്പച്ചനോട് പറയാം. നമുക്ക് യേശു അപ്പച്ചനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. മാതാപിതാക്കളോട് സംസാരിക്കുന്ന ഉപരിയായിട്ട് നമ്മൾ കൂടുതൽ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, തിരുവചനങ്ങളെ ധ്യാനിക്കുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഭൂതം ബാധിച്ച ഈ ഊമന് ദൈവം വലിയ ദൈവിക പ്രവൃത്തിയെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അത് അനേകർ കാണുവാൻ ഇടയായിത്തീർന്നു. അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത വലിയ ദൈവിക പ്രവൃത്തിയാണ് യേശു കർത്താവ് അവിടെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. യേശുവിൻ്റെ അടുത്തൊരു ലെവൽ അത്ഭുതമാണ് ആര് കാണുവാൻ ഇടയായിത്തീർന്നു, അവിടുത്തെ ജനങ്ങൾ കാണുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിട്ട്, കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത നിലവാരത്തിലുള്ള ദൈവിക പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ശക്തനാണ്. നമുക്ക് എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളുണ്ട്, ശരിയല്ലേ? ആ ആഗ്രഹത്തിലേക്ക് നമ്മുടെ യേശു കർത്താവ് നമ്മളെ കൊണ്ട് എത്തിക്കുവാൻ ദയచేసి നമുക്ക് ആ യേശു കർത്താവിനോട് ആ ഒരു കുരുവി കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും എന്ത് ചെയ്യാം, കരഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പല വിഷമങ്ങൾ മാതാപിതാക്കളോട്, അതുപോലെ തന്നെ ആരോടും പറയാൻ കഴിയാത്ത പല വിഷമങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞ് ഹൃദയത്തിൽ എന്ത് ചെയ്യും,
കാണും. പക്ഷേ അതൊക്കെ പറയുവാൻ കഴിയുന്ന ഒരാൾ നമുക്കുണ്ട്. അതാരാണ്? നമുക്കെല്ലാവർക്കും ജീവൻ നൽകിയ നമ്മുടെ യേശു കർത്താവ്. എങ്കിൽ ആ യേശു കർത്താവിലേക്ക് നമ്മുടെ എല്ലാ ഹൃദയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ണടച്ചേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, നൽകിത്ത നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഒരു ഭൂതഗ്രസ്തനായ ഒരു വ്യക്തിയെ, ഊമനായ വ്യക്തിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനിട എത്തുന്നു. പക്ഷേ യേശു ആ തൻ്റെ ഭൂതത്തെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ ഭൂതത്തെ ശാസിച്ചപ്പോൾ ആ ഭൂതം വിട്ടുമാറി താൻ സംസാരിക്കുവാനിടയായി തീർന്നു. എങ്കിൽ യേശു അപ്പച്ച ഈ കൂട്ടുകാരെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇവർക്ക് പല പല ആവശ്യങ്ങളുണ്ട്, പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉള്ള കൂട്ടുകാരുണ്ട്. കർത്താവ്, ഇവരുടെ യഥാർത്ഥമായ വിഷയത്തെ ദൈവം അങ്ങ് പരിഹരിച്ച് ഇവർക്ക് നല്ലൊരു സന്തോഷം കൊടുത്തുകൊണ്ട് ഇവരെ നല്ലൊരു ലക്ഷ്യസ്ഥാനത്തിലേക്ക്, ഒരു നല്ലൊരു അനുഭവത്തിലേക്ക് ദൈവം ഇവരെ കൊണ്ടെത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമേ. കർത്താവ്, ഇവർ ചിന്തിക്കുന്ന അപ്പുറമായിട്ട് നല്ലൊരു ലെവലിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്തായിട്ട് കർത്താവെ, ഇത്രത്തോളം സമയം ഒരുമിച്ച് ഞങ്ങൾക്ക് ഈ പാഠം പഠിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവെ, ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയങ്ങളെ സ്വാതന്ത്ര്യത്തോടെ പറയുവാൻ നല്ലൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി നന്ദി പറയുന്നപ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തായിട്ട് സകല കാര്യങ്ങളും ഞങ്ങളുടെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. മനമഹത്വം അങ്ങേക്ക് മാത്രം ഏൽപ്പിക്കുന്നു. സകലം ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ കൂട്ടുകാരും ചേർന്ന് ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുക. നമുക്കിതൊരു ചെറിയൊരു മനപ്പാഠം കൊണ്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചേർന്ന് നിങ്ങളുടെ ബൈബിളുകൾ എടുക്കുന്നു. ബൈബിളിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു, ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. ഒന്നുകൂടെ പറയാം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു, ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. ഈ വാക്യം വായിക്കുമ്പോഴും ഈ ഊമൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് ദൈവിക അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവശക്തനാണ്. നമുക്ക് വിശ്വസിക്കാം. ഈ വാക്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച മനോഹരമായ ക്ലാസ്സുമായി നമുക്ക് പിന്നെയും കാണാം. അതുവരെ ബൈ ബൈ.